പാതിവില തട്ടിപ്പ് കേസ് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റും പാതിവിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച കേസ് ഇപ്പോൾ കേരളം മുഴുവൻ വ്യാപിക്കുകയാണ്. കണ്ണൂരിൽ, കോഴിക്കോട്, തിരുവനന്തപുരത്ത്, ആലപ്പുഴയിൽ, കൊല്ലത്ത് എന്നുവേണ്ട സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് കേസുകൾ ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഈ തട്ടിപ്പുകാരെ അവരുടെ കേന്ദ്രത്തിൽ കയറി തട്ടിപ്പിന് ആരാണ് തുടക്കമിട്ടത്, ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന പരാതിയുണ്ട്. ഇതിലുൾപ്പെട്ട പാവം പിടിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കേണ്ടി വന്ന പല സാഹചര്യങ്ങളിലും NGOകളിൽ മാത്രം അന്വേഷണം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ഇവർ പണം നൽകിയ രാഷ്ട്രീയ നേതാക്കളിലേക്കും നമ്മുടെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളിലേക്കും ഒന്നും അന്വേഷണം പോകുന്നില്ല. അങ്ങനെ ഇവരൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഇതിൽ പൈസ മുടക്കിയ അനവധി ജനങ്ങൾ ഇപ്പോൾ കേസും പരാതിയുമായി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ്. ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ട്രെൻഡ്സ്. ഒപ്പം ഡൽഹിയിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ BJPയുടെ ഉജ്ജ്വല വിജയത്തിന് ശേഷം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഡൽഹിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്.